ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ. നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി. നാരായണായ നമ. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമ. എല്ലാ സർവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് പൃഥു ചക്രവർത്തിയുടെ അല്പം കൂടെ ഉണ്ട്, അത് നമുക്ക് വായിക്കാം. പൃഥു ചക്രവർത്തിയുടെ എല്ലാ ദേവന്മാരും എല്ലാവരും പ്രസാദമൊക്കെ കൊടുത്ത് പ്രസാദിച്ചു. അങ്ങനെ ഇദ്ദേഹം ഒരു സത്രം ആരംഭിച്ചു. എന്നിട്ട് സർവ ജനങ്ങളോടും പറയുന്നത് എന്താണ്? നേരായൊരു മാർഗം, അതായത് ഞാൻ പറയുന്നത് കേൾപ്പിൻ, എല്ലാവരും മാം പ്രതി ദൈവമെന്നിങ്ങനെ സന്തതം കൽപ്പിച്ചതു. ധർമ്മമാർഗം നടത്തുവാൻ ഇപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ചൊല്ലുന്നു. എന്താ? നല്ലത് എല്ലാവർക്കും വരുത്തുവാനുള്ളതുണ്ടല്ലോ, വഴിയറിയാതെ കിടക്കുന്നു. മെല്ലെ മെല്ലെ തുടർന്ന് അവ്വഴിക്ക് അങ്ങ് പോയി ചെല്ലുന്നവർക്ക് ഗുണം വരും മേൽക്കുമേൽ. സർവപ്രപഞ്ചവും മായയും ഈശനും സർവഗുരുവും ആത്മാവും ഒന്നായി മുത സർവസമാനമായി ഒന്നിച്ച് കണ്ടെത്തൽ സർവം സമർപ്പിച്ചു. എല്ലാം ഭഗവാൻ സമർപ്പിക്കണം, ഒന്നായി ഏകമായി കാണണം സർവത്തിനെ. അങ്ങനെ കാരുണ്യശീലരായി വാഴ്വിനത് പുരുഷാർത്ഥ സാധ്യം. നമുക്ക് പുരുഷാർത്ഥം സാധിക്കുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ. ആ സത്രം ആരംഭിച്ചപ്പോൾ എല്ലാവരെയും വരുത്തി ഇദ്ദേഹം പറയുന്നത് അത് നേരായൊരു മാർഗമുണ്ട്, അത് വഴിയറിയാതെ കിടക്കുന്നു. സർവർക്കും ഇത് ആവശ്യമാണ്, പുരുഷാർത്ഥം സാധിക്കുക. അങ്ങനെ സർവം സമർപ്പിച്ചു. കാരുണ്യശീലരായി വാഴ്വിനത് പുരുഷാർത്ഥ സാധ്യം. നമുക്കേവം പറയുന്ന ഭൂവരന്തനുടെ ഗോവുകൾ കേട്ടു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് സകല സാധുക്കളും അത് ബഹുമാനിച്ച് നിന്നപ്പോൾ ഇവിടെ സനകാദി മഹർഷിമാരോടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ പൃഥു ചക്രവർത്തി ആ മഹർഷിമാരോട് ചോദിച്ചു, ഈ ഭാഗവതധർമ്മ നീതികളും ഒക്കെ അറിയാൻ ചോദിച്ചു. എങ്ങനെയാ? ചിത്തം തെളിഞ്ഞ് ചിരിച്ച് അരുൾ ചെയ്യാൻ എത്രയും നന്ദി ചോദ്യം ഇന്നടോ. പൃഥു ചക്രവർത്തി ചോദിച്ചതിൻ്റെ ഉത്തരം അവിടെ പറയുന്നു. ഇത്തം പൃഥുവചനം കേട്ടവങ്കലങ്ങ് അത്യന്തം വിശ്വാസമുറ്റു വൈധാത്രനും, അതായത് ഇത് സൽകുമാരൻ ചിത്തം തെളിഞ്ഞ് ചിരിച്ചരുളി ചെയ്താൻ എത്രയും നന്ദി ചോദ്യം ഇന്നടോ. എന്താ ചോദിച്ചത്? എന്തോന്നുകൊണ്ട് സംസാര സമുദ്രത്തിൽ അന്തരാ വീണു നീന്തി തളർന്നെങ്ങുമേ തൽക്കര കാണാഞ്ഞു സംഭ്രമിക്കുന്നു ജനങ്ങൾ. അങ്ങനെ ജനങ്ങളെ സങ്കടം തീരുവാൻ എന്താണ് മാർഗം? കര കാണാൻ പറ്റുന്നില്ല, സമുദ്രത്തിൽ വീണ് ഉഴലുന്നു, അവർക്ക് നീന്തി കയറി കര കയറാൻ പറ്റാത്ത അതിന് എന്താ ഒരു മാർഗം എന്നിവിടെ ചോദിച്ചപ്പോൾ ഈ മഹർഷിമാർ പറയുന്നു, ഈ ചിത്തം തെളിഞ്ഞ് ചിരിച്ചരുൾ ചെയ്തു എത്രയും നന്ദി ചോദ്യം ഇന്നടോ. ബന്ധമോഷ പ്രബോധങ്ങളെല്ലാം ഭവാൻ അന്ധനല്ല, ഉള്ളിൽ അറിഞ്ഞവനെങ്കിലും. അപ്പോൾ ഈ പൃഥു ചക്രവർത്തി അന്ധനല്ല, എന്നുവെച്ചാൽ അറിവില്ലായ്മ ഇല്ലാത്തവനല്ല.
ഈ പ്രബോധങ്ങളെല്ലാം ഭവാൻ അന്ധനല്ല ഉള്ളിൽ അറിഞ്ഞവനെങ്കിലും ലോകോ ഉപകാരമാർത്ഥമായി ഇന്ന് ചോദിച്ചതാകയാൽ ഞാൻ അതിന് ഉത്തരം ചൊല്ലുവൻ. ആരാ ഞാൻ എന്ന് പറയുന്നേ? മഹർഷി ഈ സനൽകുമാരന്മാർ. അങ്ങനെ കേട്ടുകൊള്ളുന്നു മായാ പ്രബോധങ്ങളും വാട്ടമൊഴിഞ്ഞു തൻ മോക്ഷപ്രകാരവും ഭാഗവത ധർമ്മനീതി മതങ്ങളും ഭാഗധേയാബ്ധികൾ സംവാദനീതിയും ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചഭേദങ്ങളും നിർമ്മല കർമ്മയോഗജ്ഞാന ഭേദവും ഭക്തമാർഗേണ ഗുരു ഉപദേശങ്ങളും ഭക്തിതൻ ആത്മജ്ഞാന പ്രഭേദങ്ങളും ഭക്തിതൻ ഭേദക്രമ വിശേഷങ്ങളും മുക്തിയും തീർത്ത് അരുൾ ചെയ്ത മുനീന്ദ്രനും എല്ലാ കാര്യങ്ങളും അവിടെ ഈ പൃഥുചക്രവർത്തിക്ക് പറഞ്ഞു കൊടുത്തു ഈ സനൽകുമാരന്മാർ. എന്നിട്ട് ഞാനോ ഉപദേശത്തെയും ഗ്രഹിച്ചാത്മനാ ആനന്ദവും ഗ്രഹിച്ചാശോ നരവരൻ. ഇതെല്ലാം ഉപദേശങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ജ്ഞാനോപദേശവും ഗ്രഹിച്ച് ആനന്ദമുണ്ടായി. ആനന്ദത്താൽ ഗ്രഹിച്ചാശു പൃഥുചക്രവർത്തി നരവരൻ. ദീനമൊഴിഞ്ഞു മുനിവരന്മാരെയും മാനിച്ചു പൂജിച്ചു വാഴ്ത്തി സ്തുതിച്ചുടൻ. അപ്പോൾ വിഷമങ്ങളെല്ലാം പോയി എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. എന്നായത് ഭക്തിമാർഗവും ഗുരുവിൻ്റെ ഉപദേശങ്ങളും ഭക്തിജ്ഞാന പ്രഭേദങ്ങളും ഭക്തിൻ്റെ ഭേദക്രമ വിശേഷങ്ങളും മുക്തിയും തീർത്ത് അരുൾ ചെയ്ത മുനീന്ദ്രനും എല്ലാത്തിൽ നിന്നും വിരക്തിയാകുന്നതാണ് മുക്തി. അതെല്ലാം പറഞ്ഞു കൊടുത്തു. ജ്ഞാനോ ഉപദേശത്തെയും ഗ്രഹിച്ച ആത്മന ആനന്ദവും ഗ്രഹിച്ചാശു നരവരൻ. പൃഥുചക്രവർത്തി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ആനന്ദമായ അദ്ദേഹത്തിന് അങ്ങനെ ദീനമൊഴിഞ്ഞു. എല്ലാം കൊണ്ടും വിഷമങ്ങളെല്ലാം തീർന്നു. മുനിവരന്മാരെയും മാനിച്ചു പൂജിച്ചു വാഴ്ത്തി സ്തുതിച്ചുടൻ. ഈ മുനിവരന്മാരായ ഈ സനൽകുമാരന്മാരെ മഹർഷിമാരെ മാനിച്ചു പൂജിച്ചു വാഴ്ത്തി സ്തുതിച്ചുടൻ ഭേദബുദ്ധിഭ്രമം തീർന്നു നിൽക്കും വിധവും മോദാലനുഗ്രഹം ചെയ്തെഴുന്നള്ളിനാർ. ശ്രീ സനകാദികൾ പോയി മറഞ്ഞോരളവ് ആസുരീഭാവം അശേഷം അകലവേ നീക്കിക്കളഞ്ഞവനീശ്വരൻ യാഗവും വായിക്കും ആനന്ദേന ചെയ്ത് ഒടുക്കി ദ്രുതം സർവദേവാനുഗ്രഹം കൊണ്ട് ദീപ്തനായി സർവം പരബ്രഹ്മണി ലയിപ്പിച്ചുടൻ സർവദാ വാഴും നൃപനെ ദിക്പാലക സർവഗുണങ്ങൾ സംപ്രാപ്തമായ അന്വഹം. അങ്ങനെ ഇദ്ദേഹം എല്ലാ ആസുരിഭാവങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും വിശേഷ മറ്റ് എന്തെങ്കിലും അല്പമെങ്കിലും ഉള്ളിൽ മറ്റ് ദോഷമായിട്ടുള്ള പ്രവൃത്തികൾ എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ആസുരിഭാവങ്ങളുണ്ട് അതെല്ലാം പോയി കളഞ്ഞു. എല്ലാം മാറിപ്പോയി നീക്കിക്കളഞ്ഞു അവനീശ്വരൻ. എന്നിട്ട് യാഗവും വായിക്കും ആനന്ദേന ചെയ്ത് ഒടുക്കി ദുരം. അദ്ദേഹം നടത്തിയ ഈ സത്രവും നന്നായി ഒടുക്കി. എന്നിട്ട് സർവ്വദേവ അനുഗ്രഹം കൊണ്ട് സർവ്വദേവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ദീപ്തനായി തെളിഞ്ഞു പ്രകാശിച്ചു ഈ പൃഥുചക്രവർത്തി. എന്നിട്ട് സർവവും പരബ്രഹ്മണി ലയിപ്പിച്ചു, പരമാത്മാവിൽ സർവവും ലയിപ്പിച്ചു. അപ്പോൾ സർവ്വദോഷങ്ങൾ ആസുരീഭാവങ്ങളെല്ലാം നീക്കിക്കളയണം. ഉള്ളിൽ നിന്നുള്ള എല്ലാ കാമം ക്രോധമായിരിക്കുന്ന എല്ലാ അഷ്ടരാഗങ്ങളും എല്ലാം ഒഴിച്ചു പോയി. ആസുരീഭാവമൊക്കെ കാണുമല്ലോ അല്പമൊക്കെ രാജാക്കന്മാരും ആകുമ്പം എല്ലാം അല്പാൽപ്പം എന്തെങ്കിലും കണ്ടത് മൊത്തവും ഈ ഉപദേശം കേട്ടിട്ട് എല്ലാം നീക്കിക്കളഞ്ഞു. അങ്ങനെ സർവം പരബ്രഹ്മണി ലയിപ്പിച്ചുടൻ സർവദാ വാഴും നൃപനെ. അങ്ങനെ വാഴുന്ന എപ്പോഴും അങ്ങനെ സർവദാ വാഴും നൃപനെ ദിക്പാലക സർവഗുണങ്ങൾ സംപ്രാപ്തമായ അന്വഹം. ദിക്പാലക സർവഗുണങ്ങളും പ്രാപ്തമായി സർവപ്രിയനായിരുന്നവൻ തന്നോട് സർവർക്കും പ്രിയനായിരിക്കുക ഈ പൃഥുചക്രവർത്തി. എല്ലാവർക്കും സന്തോഷം, നല്ല ഭരണമാണ് പ്രജകൾക്ക്. എന്ത് കാര്യങ്ങൾക്കും അദ്ദേഹം എല്ലാവരോടും സ്നേഹവും വാത്സല്യവും ദയവും വിനയവും എല്ലാം ഒത്തൊരുമയുള്ള ഒരു ചക്രവർത്തിയാണ്, രാജാവാണ്. അതുകൊണ്ട് സർവപ്രിയനായിരുന്നവൻ തന്നെ യൗവനകാലം കഴിവോളം അങ്ങനെ യൗവനകാലം കഴിവോളം നന്നായി രാജ്യം പരിപാലിച്ചു. അങ്ങനെ കഴിവോളം അങ്ങനെ യൗവനകാലം കഴിവോളം അങ്ങനെ ദൈവവശാൽ പരിപാലനം ചെയ്തവൻ സർവാശ്രയൻ മഹാധർമ്മപരായണൻ. സർവർക്കും ആശ്രയനായി മഹാധർമ്മപരായണൻ. എല്ലാവർക്കും ധർമ്മം, ഒരു കാരണവശാലും അനീതി കാണിക്കത്തില്ല. അധർമ്മം പാലിക്കാത്ത ധർമ്മം തന്നെ നടത്തുന്നു. അത്രമാത്രം പരിപാലനം എല്ലാവരെയും ദൈവവശാൽ, ദൈവത്തിൻ്റെ അനുകൂലവശാൽ, ദൈവത്തിനോടുള്ള ആ താല്പര്യവും ഭഗവാന്റെ ആ ഒരു ഭഗവാനുള്ള സ്നേഹവും
വഴി മാറാതെ നേരായ മാർഗത്തിലേക്ക് തന്നെ പരിപാലിക്കുന്ന ഒരു രാജാവ്, എല്ലാവർക്കും ആശ്രയനായി, എല്ലാവർക്കും ധർമ്മപരായണനായി അങ്ങനെ യൗവനകാലം മൊത്തം അങ്ങനെ തന്നെ നയിച്ചു ഈ രാജ്യം. എന്നിട്ടോ വാർദ്ധക്യകാലേ തനയനു രാജ്യവും ആസ്തയാ നൽകി പ്രിയയാ സമമുദ. അങ്ങനെ വയസ്സായപ്പോൾ എന്ത് വന്നു? തനയന് മകൻ്റെ പേര് എന്തോ വിജിതാശ്വനൻ. കാരണം അല്ല, ഇന്ദ്രൻ മോട്ടിച്ചുകൊണ്ട് പോയ കുതിരയെ ഈ മകൻ പോയി കൊണ്ടുവന്നല്ലോ യാഗം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്. അങ്ങനെ ഈ ഇന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഈ ഒറ്റയ്ക്ക് പോയി ഈ കുതിരയെ മോട്ടിച്ചുകൊണ്ടുപോയ കുതിരയെ കൊണ്ടുവന്നപ്പം അപ്പോഴന്നെ ഈ മഹർഷി, ഈ പൃഥു ചക്രവർത്തി എന്താ പറഞ്ഞ്, വിജിതാശ്വനൻ എന്ന് വെച്ചാൽ ആ കുതിരയെ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നപ്പോൾ അത്ര മിടുക്കനാണ്, അതിനാണ് വിജിതാശ്വനൻ എന്ന് പേര് അപ്പോഴന്നെ ഇട്ട്. ആ പേര് ഞാൻ മറന്നില്ല. അത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ നിന്ന് മറക്കാത്തൊരു കാര്യം. വാർദ്ധക്യകാലെ ആ തനയനായ ആ മകനാണ് രാജ്യവും ആസ്തയാ നൽകി പ്രിയയാ സമമുദ. അങ്ങനെ വാർദ്ധക്യകാലം വന്നപ്പോൾ മകന് രാജ്യമൊക്കെ നൽകിയിട്ട് പ്രിയ, അതായത് ഭാര്യയും ഒത്ത് സമം, ഭാര്യയും ഭർത്താവും കൂടെ മുത കാനനം പ്രാപിച്ചിരുന്നാൻ തപസ്സിനായി മാനസേ നാരായണനെ സ്മരിച്ചവൻ. അങ്ങനെ രണ്ടുപേരും കൂടി ഈ കാനനത്തിൽ പോയി, തപസ്സിന് പോയി. അങ്ങനെ മാനസേ നാരായണനെ സ്മരിച്ച് ഭഗവാനെ തന്നെ ഓർത്ത് ഇങ്ങനെ തപസ്സിന് പോയപ്പോൾ എന്ത് വന്ന്? പഞ്ചാഗ്നി മധ്യേ മഹാഗ്രീഷ്മകാലം അങ്ങഞ്ചാതെ വർഷകാലേ നനഞ്ഞും സദാ സമ്പ്രതേ തൻ കഴുത്തോളം ജലത്തിലും കമ്പമൊഴിഞ്ഞു ശിശിരകാലങ്ങളിൽ. വനത്തിൽ പോയാൽ അവിടെ വീട് വല്ലതും ഉണ്ടോ? അതുകൊണ്ട് മഞ്ഞും മഴയും വെയിലും എല്ലാം സഹിച്ച് എല്ലാം അങ്ങനെ തന്നെ നിന്ന് വേണം ഒരു തപസ്സിന് പോകുന്നവർ ചെയ്യാൻ. അങ്ങനെ കായും കനികളും പഴുത്ത ഇലകളൊക്കെ കഴിച്ച് വെള്ളവും വായുവും ഭക്ഷിച്ച്, അതായത് ജലവും വായുവൊക്കെയാണ് ഭക്ഷിക്കുന്നത്. കായും കനിയും പഴുത്ത് വീഴുന്ന ഇലകളൊക്കെ അങ്ങനെയൊക്കെ പച്ചില പിച്ചുമ്പോൾ അതൊരു ദോഷമെന്ന് കരുതിയിട്ടായിരിക്കും പഴുത്ത ഇലയൊക്കെ കഴിച്ചിട്ട് ഉണക്ക ഇലയൊക്കെ കഴിക്കുന്നത്. കാരണം പാപം അതൊക്കെ പിച്ചെടുക്കുമ്പോൾ പാപമല്ലേ, എന്താ വെച്ചാൽ കായും കനിയും അതുപോലെ പഴുത്തതല്ലേ, അത് പിന്നെ അതിന് പഴങ്ങളങ്ങ് തറയെ വീഴുമല്ലോ, അതുപോലെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഇദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ പഞ്ചാഗ്നി മധ്യേ മഹാഗ്രീഷ്മകാലം അങ്ങഞ്ചാതെ വർഷകാലേ നനഞ്ഞും സദാ സമ്പ്രതി തൻ കഴുത്തോളം ജലത്തിലും കമ്പമൊഴിഞ്ഞു ശിശിരകാലങ്ങളിൽ ഇന്ദ്രിയഗ്രാമം ജയിച്ച് ഏകപാതേന നിന്നു. ഇന്ദ്രിയഗ്രാമം എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഇന്ദ്രിയങ്ങൾ ഒന്നല്ല, അത് മനസ്സും മറ്റ് ജ്ഞാനേന്ദ്രിയം, കർണേന്ദ്രിയം, രസനേന്ദ്രിയം എല്ലാ ഇന്ദ്രിയങ്ങളുമൊക്കെ ജയിച്ച്, ഇതാണ് ഇന്ദ്രിയഗ്രാമം എന്ന് പറയുന്നത്. ഒന്നിലധികം ഉള്ളതുകൊണ്ട് അങ്ങ് പറയുന്ന ഇന്ദ്രിയ സമൂഹം. ഇന്ദ്രിയഗ്രാമം ജയിച്ച് ഏകപാതേന, അപ്പോൾ തപസ്സിലൊക്കെ നിൽക്കുമ്പം ഒരു പാദത്തിലൊക്കെ നിൽക്കുമല്ലോ കുറച്ച് നേരം, അങ്ങനെ. അപ്പോൾ ഏകപാതേന നിന്നു പഴുത്തു കൊഴിയും ഇലകളും, പഴുത്തിട്ട് വീഴുന്ന ഇലകളും കായും കനിയും ജലവും അന്നു താൻ വായുവും ഇത്യാദി അശനീന സന്തതം. അപ്പോൾ എപ്പോഴും കഴിക്കുന്നത് അശനീന എപ്പോഴും കഴിക്കുന്നത് ജലവും വായുവും കായും കനിയും പഴുത്തു കൊഴിഞ്ഞ ഇലകളും ഒക്കെയാണ്. കാമരാഗ ക്രോധ ലോഭ മോഹാദികളാമോദപൂർവം അകലെ കളഞ്ഞുടൻ. മറ്റ് ദുഷിച്ച, അതായത് ഈ ശത്രുക്കളാണല്ലോ അഷ്ടരാഗങ്ങൾ, കാമക്രോധ ലോഭമോഹങ്ങളെല്ലാം, അതെല്ലാം അകലേ കളഞ്ഞു. എന്നിട്ട് നാരായണ പ്രസാദാശയാ നിത്യമങ്ങോരോ വിഷയ വൈരാഗ്യ ബുദ്ധ്യാചിരം. മറ്റ് ഇതര വിഷയങ്ങൾ, അതായത് ഏകാത്മാവായ പരമാത്മാവിനെ തന്നെ ധ്യാനിച്ച്, അതായത് പുരുഷാർത്ഥം നേടുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ചിന്തയും ഇല്ലാതെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെയും ഒക്കെ അടക്കി എല്ലാ ദുഷിച്ച കാര്യങ്ങളെല്ലാം വലിച്ച് ദൂരെ എറിയുക. ഈ ലോക ചിന്തയിലുള്ള ഒരംശം പോലും ഉള്ളിലില്ല. അതാണ് ഇവിടെ അങ്ങ് ഓരോരോ വിഷയ വൈരാഗ്യ ബുദ്ധിയാചിരം. ഒരു വിഷയത്തിലേക്കും താല്പര്യമില്ലാതെ വൈരാഗ്യത്തെ തന്നെയാണ്, മറ്റൊന്നും ചിന്തിക്കുന്നത്. കാരണം ഇനി അദ്ദേഹത്തിന് വാർദ്ധക്യകാലമല്ലേ, ഈശ്വരങ്ങളിലേക്ക് പോകണമെങ്കിൽ അതൊരൊറ്റ വൈരാഗ്യം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വിചാരിച്ചതൊക്കെ പോകാൻ പറ്റത്തില്ല. ഈ ലോകചിന്തയിലായിട്ട് നടന്നാൽ, അതുകൊണ്ട് ഇത് മൊത്തവും ത്യജിക്കണം.
എല്ലാത്തിൽ നിന്നും മുക്തി നേടണം. അതാണ് ഇവിടെ പറയുന്നത്. നാരായണ പ്രസാദാശയ, ഭഗവാന്റെ പ്രസാദം കൊണ്ട് നിത്യം അങ്ങ് ഓരോ വിഷയം വൈരാഗ്യ ബുദ്ധിയാചിരം, സർവത്തിൽ നിന്നും വൈരാഗ്യ ബുദ്ധി കൊണ്ട് എല്ലാം ത്യജിച്ച് ധാരണയാ തപം ചെയ്തു വാഴുന്ന നാൾ കാരുണ്യവാരിധി തൻ അനുജ്ഞാവശാൽ ജ്ഞാനം തെളിഞ്ഞു ഉദിച്ച് ആത്മാനമന്വഹം. അദ്ദേഹത്തിന് ജ്ഞാനമൊക്കെ അങ്ങ് തെളിഞ്ഞു. ഭഗവാന്റെ കാരുണ്യവാരിധിയായിരിക്കുന്ന ഭഗവാന്റെ ആജ്ഞ അതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാ ഉപദേശങ്ങളൊക്കെ. പോരാത്തത് മഹർഷിമാരും കൊടുത്തല്ലോ. ഇതെല്ലാം മനസ്സിൽ നിന്ന് ഇതെല്ലാം വച്ചും കൊണ്ട് എല്ലാം ത്യജിച്ച് ധാരണയാ തപം ചെയ്ത് വാഴുന്ന നാൾ കാരുണ്യവാരിധി തന്നെ അനുജ്ഞാവശാൽ ജ്ഞാനം തെളിഞ്ഞു ഉദിച്ച്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരമാത്മാവ് തെളിഞ്ഞു ഉദിച്ചു, ഏകമായി മാറുന്നു, ഒന്നായി തെളിയുന്നു. അവിടെ രണ്ടില്ലാത്തൊരവസ്ഥ. അപ്പോൾ ജ്ഞാനം തെളിഞ്ഞുദിച്ച ആത്മാനം അന്വഹം കാണായളവ്. അങ്ങനെ അദ്ദേഹം തെളിഞ്ഞ് പ്രകാശിച്ചു. അവിടെ പിന്നെ പൃഥു ചക്രവർത്തി ഒന്നും ഇല്ല. അവിടെ ആരാ ഉള്ള ആ ദേഹത്തിൽ പരമാത്മാവ് തന്നെ ആകുന്നു. അതാണ് ജ്ഞാനം തെളിഞ്ഞു ഉദിച്ച് ആത്മാനം അന്വഹം കാണായളവ്. എന്താ കാണായളവ്? ദൃഢാസനായി നിജകായം നിവർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസനനായി അവിടെ കായം ശരീരമൊക്കെ നിവർന്ന്, അതായത് ഞെളിഞ്ഞ് നിവർന്നങ്ങ് ഇരിക്കും. ഒരു സന്യാസി സമാധിയിലിരിക്കുന്ന എങ്ങനെയാ? അതുപോലെ അങ്ങ് ആയി. എന്താ കാരണം? അവിടെ ഉദയം ചെയ്ത് പരമാത്മാവ് ഉദിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങ് ഓരോ വിഷയ വൈരാഗ്യ ബുദ്ധ്യാചിരം ധാരണയാ തപം ചെയ്ത് വാഴുന്ന നാൾ അങ്ങനെ ഇരുന്നു. എല്ലാത്തിൽ നിന്നും വിരമിച്ച് ഭക്തിപൂർവ്വം ഭഗവാനുള്ള ചിന്ത മാത്രം, മറ്റെല്ലാം വിരക്തിയായി മുക്തനായി കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന ഒരു ദിവസം, ഒരു നാൾ കാരുണ്യവാരിധി തന്നെ അനുജ്ഞാവശാൽ ജ്ഞാനം തെളിഞ്ഞു. അദ്ദേഹത്തിന് പരമാത്മാവിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ ഒരു ബോധോദയം വന്നു. ആ ഒരു അതിനെന്താ പറയുന്നത്? ഈശ്വരൻ ഉള്ളിൽ ലയിച്ചു, അതായത് ഭഗവാനും അദ്ദേഹം ഒന്നായി കഴിഞ്ഞു. അങ്ങനെ ഒരു ബോധം ഉള്ളിൽ മഹാനായി കഴിഞ്ഞു. അങ്ങനെ ജ്ഞാനം തെളിഞ്ഞുദിച്ച് ആത്മാനം അന്വഹം കാണായളവ് ദൃഢാസനായി നിജ കായം നിവർന്നു. മൂലാധാര മധ്യ സംസ്ഥായി പായുക്രമ ചക്രഷൾക്കങ്ങളും ഭേദിച്ചുടൻ. അതായത് എന്താ ചക്രഷൾക്കങ്ങൾ? 6 ആധാരങ്ങൾ. അതെല്ലാം ഭേദിച്ച്, അതായത് പിന്നെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതയം, വിശുദ്ധി, ആജ്ഞ, വിശുദ്ധി, ആജ്ഞ, അത് കഴിഞ്ഞിട്ട് സഹസ്രാര പത്മ, അങ്ങനെ ഉള്ള ഒരു ദൃഢമായി അദ്ദേഹം അങ്ങനെ നന്നായി കായം നിവർന്നിരുന്നിട്ട് സമാധിയിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കായം നിവർന്ന് മൂലാധാര മധ്യ സംസ്ഥായി പായുക്രമ ചക്രഷൾക്കങ്ങളും ഭേദിച്ചുടൻ ചതുർവിംശതി തത്വം സംഭേദാത്മകങ്ങൾ. ചതുർവിംശതി തത്വ സംഭേദാത്മകങ്ങൾ തൽക്കാരണീ സർവവും സംഹരിച്ചാഹന്ത കാര്യങ്ങൾ കാരണീ സംഹരിച്ചാത്മനി മായയെയും തഥാ ചേർത്തു ലയിപ്പിച്ചു. അദ്ദേഹം എല്ലാം പിന്നെ ഈ 6 ആധാരങ്ങളും ഭേദിച്ച് ചതുർവിംശ തത്വ സംഭേദാത്മങ്ങൾ തൽക്കാരണി സർവം സംഹരിച്ചാഹന്ത, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിലുള്ള അന്ധകരണങ്ങളും മായയും എല്ലാം ഏകമായ പരമാത്മാവിൽ സംഹരിച്ച് ലയിപ്പിച്ചു. കാര്യങ്ങൾ കാരണേ സംഹരിച്ച ആത്മനി മായയെയും എല്ലാം കാരണത്തിൽ നിന്ന് എല്ലാം തന്നെ ഒന്നായി ലയിച്ചു കഴിയുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ മായയെയും തഥാ ചേർത്ത് ലയിപ്പിച്ചു. അവിടെ പിന്നെ വേറൊന്നായിട്ടില്ല. അദ്ദേഹത്തിനുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പരബ്രഹ്മണി ലയിപ്പിച്ചു. തൽപുരുഷാർത്ഥ സംപ്രാപ്തനായാൻ വൈന്യനാം നൃപതീന്ദ്രനും. വൈന്യനാം നൃപതീന്ദ്രൻ എന്ന് വെച്ചാൽ വേനൻ്റെ മകനാണ് ഈ പൃഥു. വേനൻ്റെ തുട കടഞ്ഞപ്പോൾ കാട്ടാളവേഷം വന്നു, അതുകൊണ്ട് കൈ കടഞ്ഞപ്പോഴാണ് ഈ പൃഥുവും അർച്ചസ്, അതായത് ഇന്ദിരയുടെ അംശമായ ദേവിയും അവിടെ ഉണ്ടായത്. അങ്ങനെ ആ സംപ്രാപ്തനായി വൈന്യനാം നൃപതീന്ദ്രനും അങ്ങനെ ഏവം. അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ ആയിക്കഴിഞ്ഞു. ഈ സംഹരിച്ച ആത്മനി മായയെയും തഥാ ചേർത്ത് ലയിപ്പിച്ചു. തൽ പുരുഷാർത്ഥ സംപ്രാപ്തനായാൻ. അപ്പോൾ പുരുഷാർത്ഥം എന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞത്. അദ്ദേഹം അങ്ങനെ ആയിത്തീർന്നു. വൈന്യനാം നൃപതീന്ദ്രനും ഈ വേനൻ്റെ മകൻ
ഏവം പരബ്രഹ്മണി ലയിക്കും നരദേവനെ കണ്ടുടൻ അർച്ചുസയും ശുച. അപ്പം ഇത് ആര് കണ്ടു? പരബ്രഹ്മണി ലയിക്കുന്നതും ഈ ഇരുത്തയും, അതായത് ഒരു ധ്യാനത്തിലുള്ള സമാധിയിലിരുന്ന് ലയിച്ച് പരമാത്മാവ് ലയിക്കുന്ന ഈ അവസ്ഥ, പരബ്രഹ്മണി ലയിക്കുന്ന അവസ്ഥ നരദേവനാണ്. അപ്പോൾ ഇദ്ദേഹം മനുഷ്യദേവനായി കഴിഞ്ഞു. നരദേവനെ കണ്ടു അർച്ചസ്, അതായത് ഈ ഭാര്യയായ പേര് അർച്ചസ്. ഈ രണ്ടുപേര് വന്നതിൽ ഒരു ഭാര്യയും ഭർത്താവുമായിട്ടല്ലേ കടഞ്ഞപ്പം കിട്ടിയത്. ആ ദേവിയായ ഭാര്യ ഇത് കണ്ട് ശൂച വിഷം ദുഃഖത്തോടുകൂടി കേവലം തൽ പരിചാരകന്മാരുമായി ആവോളം ഉള്ളഴിഞ്ഞാശു സംസ്കാരവും ചെയ്തു താൻ കൂടെ ദഹിച്ചാൾ ചിതയതിൽ. അങ്ങനെ ഇദ്ദേഹം സമാധിയായി മൂലാധാരം സ്വാധിഷ്ഠാന 6 ചക്രങ്ങളെല്ലാം ഭേദിച്ച് സഹസ്രാരപത്മത്തിലെത്തി കാരണേ എല്ലാം ലയിപ്പിച്ചു. അന്ധകരണങ്ങളും മായയും സർവ്വതും എല്ലാം ഒന്നായി ലയിച്ച് ഭഗവാനിൽ ലയിച്ച് കഴിയുന്നതാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ ആയപ്പോൾ ഇത് ഭാര്യയായ ദേവി കണ്ടു. അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഇരിക്കുന്ന പരബ്രഹ്മണിൽ ലയിക്കുന്ന നരദേവനെ കണ്ട് ഈ ദേവി ഉടൻ അർച്ചിസ്. അപ്പോൾ ശുച ദുഃഖിച്ച് എന്നിട്ട് എന്ത് ചെയ്ത്? കേവലം പരിചാരകന്മാരുമായി ആവോളം ഉള്ളഴിഞ്ഞാശു സംസ്കാരമൊക്കെ ചെയ്തു. സംസ്കാരം എന്ന് വെച്ചാൽ ദഹിപ്പിക്കണമല്ലോ. ചെയ്തിട്ട് താൻ കൂടെ ദഹിച്ചാൽ ചിതയതിൽ, അവരും കൂടെ ആ ചിതയിൽ തന്നെ ദഹിച്ചു. കൈതവമെന്നിയേ ഭർതൃപ്രവത്സല. അങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഭർത്താവിനോടൊപ്പം തന്നെ അവരും പോയി. ഭർതൃപ്രവത്സല, ഭർത്താവിനോട് അത്രമാത്രം വാത്സല്യവും സ്നേഹവും ഉള്ളതിൻ്റെ പേരിൽ അവരും ആ ചിതയിൽ തന്നെ ദഹിച്ചു. നാരിമാരിങ്ങനെ മറ്റുലകെങ്കിൽ ഇല്ലാരും അർച്ചസയോടൊത്തവർ നിർണയം. ഇവിടെ ഈ ഭൂമിയിൽ നാരിമാരിങ്ങനെ മറ്റുലകെങ്കിൽ ഒരു ഉലകത്തിലും ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ സന്തോഷത്തോട് സ്നേഹത്തോടെ ഈ രണ്ടുപേരുടെ തപസ്സിനും പോയി അദ്ദേഹം സമാധിയിലായി. അങ്ങനെ ഭാര്യ അദ്ദേഹത്തിനെ പോയ ദുഃഖത്തോട് തന്നെ അദ്ദേഹത്തിന് വാത്സല്യത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിതയിൽ അവരും ചിതയിൽ മരിച്ചു. അങ്ങനെ ഇങ്ങനൊരു സ്ത്രീ നാരിമാരിങ്ങനെ മറ്റുലകെങ്കിൽ ആരുമില്ല ഈ അർച്ചസോടൊത്തവർ നിർണയം. താരാർമകൾ നിജ കാരണേ ചേർന്നിതങ്ങ നാരായണങ്ങൾ ലയിച്ചു നരേന്ദ്രനും. അങ്ങനെ താരാർമകൾ നിജ കാരണേ ചേർന്ന് ഈ ദേവിയുടെ കാരണത്തിൽ ചേർന്നു ഈ നരേന്ദ്രൻ നാരായണങ്ങൾ ലയിച്ചു. ഭഗവാന്റെ അവതാരം കൂടെ അല്ലേ. അപ്പം ഇതേപോലെ എല്ലാം ഈ പൃഥു ചക്രവർത്തിക്ക് ദേവന്മാരും മഹർഷിമാരും ഭഗവാനും ഒക്കെ ഉപദേശം കൊടുത്ത് അനുസരിച്ച് തന്നെ എല്ലാം ത്യജിച്ചു മുക്തനായി ഭഗവാനിൽ ലയിച്ചു ചേർന്നു. ഭഗവാനിൽ നാരായണങ്ങൾ തന്നെ ലയിച്ചു. ദേവിയും ദേവിയുടെ കാരണത്തിൽ ദേവിയും ലയിച്ചു. അതാണ് ഇതിനകത്ത് എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. ഇതൊക്കെ കണ്ട് ഓരോ വരി ഇങ്ങനെ യഥാർത്ഥമൊക്കെ ആവണമെന്നില്ല. കുറച്ചൊക്കെ വെക്കും, കുറച്ചൊക്കത്തില്ല. കാരണം പഠിച്ചതൊന്നും അല്ലല്ലോ. ഒരു തോന്നലില്ലങ്ങ് പറയുന്നു മക്കളെ, അത്രയേ ഉള്ളൂ. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ തെറ്റും ആവും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.